ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മേക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും കടന്നു വരൂ. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് അറിയോ? ഒത്തിരി പേര് നമ്മളുടെ ബാക്കിൽ നിന്ന് കുത്തുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? നമ്മളെ വീഡിയോസിന് അത് കൊള്ളില്ല, അത് അവൾ ഇങ്ങനെ എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാർ നമ്മളുടെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അല്ലേ? അപ്പം അവരോടുള്ളതാണേ ഇന്നത്തെ വീഡിയോ. എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള. പല ആൾക്കാരും ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് നേരിട്ടിട്ട് ആർക്കും പറയാൻ ധൈര്യമില്ല. ഈ പറയുന്നത് ഞാൻ അടക്കമുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ മറ്റുള്ളവരെയല്ല പറയുന്നത്, പൊതുവേ ഈ സമൂഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആരെങ്കിലും ഒരാൾ നന്നാവുന്നു ഗായ്സ്, അതാ അവൻ നന്നാവുന്നു അല്ലെ അവൾ നന്നാവുന്നു, അപ്പം തുടങ്ങും പരദൂഷണം. ഇവിടെ പറയുന്നു, അവിടെ പറയുന്നു. എന്താണ് മലയാളികളുടെ മാത്രം പ്രത്യേകതയല്ലേ ഇത്? നിങ്ങൾക്കറിയില്ല ഇത്? നിങ്ങൾക്ക് അനുഭവം ഇല്ല ഇത്? ഒരു ഫാമിലിയിൽ തന്നെ ആയാലും, ഒരു ഫാമിലിയിൽ എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഒരാൾ നന്നാവുമ്പോൾ ചിലപ്പോൾ അത് പിടിച്ചില്ല എന്ന് വരും അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? പിന്നെ 100 പേരിൽ ഒരു 10 പേരുണ്ടാവും മറ്റുള്ളവർ നന്നാവുന്നതിൽ കണ്ണുകടിയും കുശുമ്പും അസൂയും ഒന്നും ഇല്ലാത്തത് അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ മുത്തുമണികൾക്ക്? പിന്നെ നമ്മളെ തളർത്താൻ ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ ലൈവിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ലൈവ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ബാഡാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ലൈവ് ചെയ്യുന്നവരൊക്കെ ബാഡാണോ? യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവരൊക്കെ ബാഡാണോ? യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതറിയണമെങ്കിൽ യൂട്യൂബ് എന്തെന്ന് അറിയണം. യൂട്യൂബിൽ നല്ലത് മോശമായ വശങ്ങളുണ്ട്, പക്ഷെ ലൈവ് ചെയ്യുന്നവർ ബാഡായിട്ടുള്ള ആൾക്കാരല്ല. അത് ഇപ്പം എനിക്കറിയാം. ഞാനും യൂട്യൂബിലൊരു അംഗമാണ്. ഞാൻ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന ഒരാളാണ്. യൂട്യൂബിൽ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചു എന്ന് വെച്ചിട്ട് ആരും ബാഡാവുന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം, എന്നെ തളർത്താൻ ഒത്തിരി ഹലോ ഗൈസ്, യൂട്യൂബിൽ ലൈവ് ഇടുന്നത് തെറ്റാണോ? നിങ്ങൾ പറ. എനിക്ക് തെറ്റായിട്ടൊന്നും ഇപ്പം തോന്നുന്നില്ല, പക്ഷെ ആദ്യം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ ലൈവ് ഇടുന്നത് തെറ്റല്ലേ? ആൾക്കാരോടൊക്കെ ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നത് തെറ്റല്ലേ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് യൂട്യൂബ് എന്താണെന്നും യൂട്യൂബിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എത്ര ആൾക്കാർ, സ്റ്റാൻഡേർഡായിട്ടുള്ള എത്ര ആൾക്കാർ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നത് ഒരിക്കലും ഒരു നാണക്കേടായിട്ട് ആരും കാണേണ്ടതില്ല. യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവർ ഒരു പണിയും ഇല്ലാതെ ഇരിക്കുന്നവരല്ല. അവരെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഫാമിലിക്കൊരു സപ്പോർട്ടാവാൻ വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാരും യൂട്യൂബിൽ വന്ന് ലൈവ് ചെയ്യുന്നത്. വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ടല്ല ചെയ്യുന്നത്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ലൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ലൈവ് ചെയ്യുന്നവരെ വന്നിട്ട് ബാഡ് കമൻ്റ് ഇടാനോ ബാഡായിട്ട് പറയാനുള്ള ഒരു യോഗ്യതയുമില്ല. വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നതും മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്നതും. അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരിടത്തൊത്തൂല. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരെ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് തിരിച്ച് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും പരാജയപ്പെട്ടു പോകും. മനസ്സിലായോ ഗൈസ്? നിങ്ങളോടും കൂടിയാണ്. നിങ്ങൾ ആര് വേദനിപ്പിച്ചാലും തിരിച്ച് നിങ്ങൾ പ്രതികരിക്കണം. ഞാൻ പ്രതികരിക്കില്ല. കാരണം ഞാൻ എന്നെ ആര് വേദനിപ്പിച്ചാലും ഞാൻ കരഞ്ഞ് നേരിടലാണ് എപ്പോഴും. എല്ലായിടത്തും ഞാൻ തോറ്റിട്ടേ ഉള്ളൂ, എവിടെയും ഞാൻ ജയിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്ത് കൂടിയേ പറ്റൂ, ലൈക്ക് അടിച്ചേ പറ്റൂ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം മുത്തുമണികളെ. എനിക്ക് വേറെ ഗതിയില്ല, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ലൈക്ക് തന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് കേവലം ആ ലൈക്ക് കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല, യൂട്യൂബിൽ ഒരു കാര്യമില്ല ലൈക്ക് കൊണ്ട്. പക്ഷേ അവർ തരുന്ന സ്നേഹമാണ്, അവർ നമുക്ക് തരുന്ന സ്നേഹമാണ് ഓരോ ലൈക്കും. അതിന് അത്രത്തോളം വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ലൈക്ക് അടിക്കൂ എന്ന് പറഞ്ഞ് കരയുന്നത്. മനസ്സിലായോ?